റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും വളരെ നിർണായകമായ മറ്റൊരു നീക്കം ഇപ്പോൾ നടക്കുന്നു. അതായത് റഷ്യ ഏത് നിമിഷവും പോളണ്ടിനെ ആക്രമിച്ചേക്കാം. 2 ദിവസം മുമ്പ് 19 ഡ്രോണുകളാണ് റഷ്യയുടേതായിട്ട് ഈ പോളണ്ടിന് നേരെ ആക്രമണത്തിന് ചെന്നത്. ഇതെല്ലാം തന്നെ തങ്ങൾ നശിപ്പിച്ചതായിട്ട് പോളിഷ് ആർമി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ റഷ്യ ഇക്കാര്യം പൂർണ്ണമായിട്ടും നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമെന്ന് പറയാവുന്ന ബെലാറസുമായിട്ട് ചേർന്ന് റഷ്യ ചില സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ 16-ാം തീയതി വരെ ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമെന്നും 16-ാം തീയതി റഷ്യ പോളണ്ടിന് നേരെ ആക്രമണം നടത്തും എന്നുമുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പോളണ്ടിലേക്ക് ചെല്ലുന്നത്. പോളണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കര വ്യോമസേനകളെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കി നിൽക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാമെന്നുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. റഡാർ സംവിധാനങ്ങളെയും തയ്യാറാക്കി നിർത്തുന്നു. ഇവിടെ എന്താണ്, റഷ്യയുടെ 40,000-ഓളം സൈനികർ ഈ പറയുന്ന പോളണ്ടിൻ്റെ അതിർത്തിയിലേക്ക് വരുന്നു. സൈനിക അഭ്യാസ പ്രകടനമെന്നാണ് പറയുന്നത്. അതിന് മറ്റ് ചില രാജ്യങ്ങളുടെ ആർമിയും ഒക്കെ ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഇവിടെ വളരെ നിർണായകമാകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കര വ്യോമ നാവികസേന അംഗങ്ങളടങ്ങിയ ഒരു ഗ്രൂപ്പ് ഈ സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി അറിയിച്ചു. അപ്പോൾ നാറ്റോയ്ക്കെതിരായിട്ട് റഷ്യ ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്തായാലും ഇന്ത്യ റഷ്യയ്ക്കൊപ്പം നിൽക്കും. ഇതാണ് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. കാരണം ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഇന്ത്യയെ സഹായിക്കുന്ന നിലപാടാണ് റഷ്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നമുണ്ടായപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ആദ്യം മുന്നോട്ട് വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അങ്ങനെയാണ് വ്ളാഡിമിർ പുടിനുമായിട്ടും ചർച്ച നടത്തുന്നു, സെലൻസ്കിയുമായിട്ടും ചർച്ച നടത്തുന്നു. അന്ന് സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ ഒരുപാട് വിമർശിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ യുദ്ധത്തിനൊരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടായേനെ. അത് പോകട്ടെ. ഇപ്പോൾ എന്തായാലും ഇന്ത്യ കൂടി ഈ പ്രതിരോധ പ്രകടനങ്ങളിൽ, അതായത് സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന കാരണമെന്ന് പറയുന്നത് പരസ്പരം പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സൈനിക സഹകരണം മെച്ചപ്പെടുത്തുക, പരമ്പരാഗത യുദ്ധരീതികൾക്കപ്പുറത്തേക്കുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ പരിശീലിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യം. റഷ്യയും പറയുന്നു ഞങ്ങളുടെ 13,000-ഓളം സൈനികർ മാത്രമേ ഈ പറയുന്ന സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ ഈ പറയുന്ന പോളണ്ട് ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ തയ്യാറല്ല. കാരണം 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനെ ബെലാറസുമായിട്ട് ചേർന്ന് റഷ്യ സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത്. മുമ്പ് ഇതുപോലെ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതിന് ശേഷം ഏതാണ്ട് അത് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈന് നേർക്ക് ഒരു കടന്നുകയറ്റം റഷ്യ നടത്തുന്നത്. 2021 ഈ ഉക്രൈൻ അധിനിവേശം റഷ്യ നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു സൈനിക അഭ്യാസത്തിന് ശേഷമാണെന്നാണ് പറയുന്നത്. എന്തായാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന പാശ്ചാത്യ സഖ്യം യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ലോകം വല്ലാതെ ഭയക്കുന്നത്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളെയും ഈ പറയുന്ന പുടിൻ തള്ളിക്കളയുന്നു. അപ്പോൾ ട്രംപ് എന്ത് നിലപാടെടുക്കുന്നു, നാറ്റോയ്ക്കൊപ്പം നിൽക്കുമോ, അവരെ സഹായിക്കുമോ, ഇതൊന്നും തന്നെ വ്യക്തമല്ല. ഇപ്പം നാറ്റോ പ്രതിരോധം ശക്തമാക്കാനായിട്ട് മറ്റ് ചില രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിക്കുന്നുണ്ട്. അതായത് ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ കിഴക്കൻ മേഖല, ആ നാറ്റോയുടെ കിഴക്കൻ മേഖല സുരക്ഷിതമാക്കാനായിട്ട് സൈന്യത്തെ അയക്കുന്നു, പീരങ്കികളെ അയക്കുന്നു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജ്ജീകരിക്കുന്നു. ഇപ്പം നെതർലൻഡും ചെക്കോസ്ലോവാക്യയുമാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പോളണ്ടിന് ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിത്വാനിയയ്ക്ക് ജർമ്മൻ ബ്രിഗേഡിൻ്റെ സഹായം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പോളണ്ടിന് നേർക്കും ആക്രമണം നടത്താം. അതിൻ്റെ മുന്നോടിയാണ് ഈ ഡ്രോണുകൾ റഷ്യയിൽ നിന്ന് അയച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പം ഈ ഡ്രോണിൻ്റെ ആക്രമണം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ്, അതായത് ഡൊണാൾഡ് ടസ്ക് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് റഷ്യൻ ഡ്രോൺസ് വന്നു, ഞങ്ങൾ അതിനെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നു. പോളണ്ട് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയായിട്ടുള്ള സൊസാറി ടോംസിറ്റ് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. പോളിഷ് പ്രതിരോധ മന്ത്രിയായ വ്ളാഡിസ്ലോ കോഡിനിയാക്ക് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ഡച്ചുകാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ
തന്ന് സഹായിക്കാം. അപ്പോൾ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ഇവരെല്ലാം തന്നെ ഒരു പ്രതിരോധത്തിന് വട്ടം കൂട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ ചെക്കോസ്ലോവാക്യയുടെ ഭാഗത്തുനിന്നോ നെതർലൻഡിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകാം. എന്തായാലും നാറ്റോയുടെ കിഴക്കൻ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായ നീക്കമാണ് ഈ പോളണ്ടിന് മുകളിൽ ഒരു എയർ പോലീസിംഗ് സംവിധാനം വ്യാപിപ്പിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതായിക്കോട്ടെ ജർമ്മനിയാണ്. അതുപോലെ തന്നെ ഈ 3 രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ ഇമാനുവൽ മാക്രോൺ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി അങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോളണ്ടിനെ പ്രകോപിപ്പിക്കുകയാണ്. അങ്ങനെ പ്രകോപിപ്പിച്ചാൽ പോളണ്ട് റഷ്യക്കെതിരെ ആക്രമണത്തിന് തുനിയും. അങ്ങനെ തുനിഞ്ഞാൽ ഈ റഷ്യൻ ആക്രമണം വളരെ സുഗമമായി നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പശ്ചിമേഷ്യ നിന്ന് കത്തുന്ന രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു വശത്ത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആക്രമണം അത് രൂക്ഷമായ പോരാട്ടത്തിലേക്ക് മാറുന്നു. ഇപ്പുറത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ട്. അത് മാറിയിട്ട് പോളണ്ടിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ പരസ്പരം സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധ സംവിധാനങ്ങളൊക്കെ കൂടുതൽ പരിശീലിക്കാനായിട്ട് ഇന്ത്യ തങ്ങളുടെ കര വ്യോമ നാവിക സംഘത്തെ അങ്ങോട്ടേക്ക് അയച്ചു എന്നുള്ളത് റഷ്യയ്ക്കും കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ റഷ്യയും ബെലാറസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും പോളണ്ടിനുള്ള ഭീഷണി തന്നെയാണ്. ഇതിനിടയ്ക്ക് അമേരിക്ക മറ്റ് ചില മേഖലകളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം പാശ്ചാത്യ സഖ്യം സൃഷ്ടിക്കുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് ഒരു നിർണായക ദിനമാകും. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഏതാണ്ട് അതിൻ്റെ പാരമ്യതയിലേക്ക് നീങ്ങുന്നു. അതിനൊപ്പം തന്നെ പോളണ്ടിനെ കയറി ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചാൽ നാറ്റോ സഖ്യങ്ങൾ ഒന്നിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ പോളണ്ടിന് സഹായവുമായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ജർമ്മനിയും ഫ്രാൻസും ചെക്ക് റിപ്പബ്ലിക്കും നെതർലൻഡും ഒക്കെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസും ബ്രിട്ടനും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിരോധിക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഡ്രോണുകളെ റഷ്യ അയച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ഡ്രോണുകളെ അയച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ എങ്ങനെ പോളണ്ട് പ്രതികരിക്കും എന്നുള്ളത് ലോകത്ത് നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഒരു വശത്ത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം നിൽക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നു. എന്നിട്ട് ജൂതരാഷ്ട്രത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പുറത്ത് ഇറാനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അധികൃതർക്ക് അവിടെ പരിശോധന നടത്താനുള്ള സൗകര്യമൊരുക്കാമെന്ന് ഇറാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ നീക്കം വളരെ ഗൗരവമുള്ളതാണ്. ഏതാണ്ട് 40,000-ഓളം സൈനികരെ റഷ്യ ഈ പറയുന്ന പോളണ്ടിൻ്റെ അതിർത്തി മേഖലയിലേക്ക് അയക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അവർ ഔദ്യോഗികമായി പറയുന്നത് ഞങ്ങളുടെ 13,000-ഓളം ആർമി മാത്രമേ എത്തുകയുള്ളൂ. മാത്രമല്ല നാറ്റോ രാജ്യങ്ങളെ ഞങ്ങൾ ഈ സൈനിക പരേഡ് വീക്ഷിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധം സൃഷ്ടിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.